ഹലോ ഗായ്സ്, ഇന്ന് ചെറിയൊരു സർപ്രൈസിങ് പരിപാടിയാണ് കേട്ടോ. ആമിക്കുട്ടി സ്കൂളിൽ പോയിരിക്കുകയാണ്. കുറേ നാളായി ആമിക്കുട്ടി സൈക്കിൾ കേടി വന്നിട്ട്. അപ്പോൾ തോന്നി ഇന്നൊരു പുതിയ സൈക്കിൾ മേടിച്ചിട്ട് ആമിക്കുട്ടിക്ക് സർപ്രൈസ് കൊടുത്താലോ എന്ന്. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാൻ നിന്നില്ല, വണ്ടി എടുത്ത് നേരെ കുന്നാമത്തേക്ക് വിട്ടു. അങ്ങനെ പാട്ടും പാടി ഞങ്ങൾ കുന്നംകുളത്തേക്ക് എത്തി. എൻ്റെ കുട്ടിക്കാലം മുതലേ സൈക്കിൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചക്കപ്പായുടെ കടയിൽ നിന്നാട്ടോ മേടിക്കാറ്. ഇപ്പോൾ ആമിക്കുട്ടിക്കും സൈക്കിൾ മേടിക്കാൻ വന്നിരിക്കുന്നത് ചക്കപ്പായിലേക്കാണ്. കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. ഏതെടുക്കണ്ടെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ആമിക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ചു. ഇഷ്ടപ്പെടും ഇല്ലയെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് നോക്കുമ്പോഴാണ് ബദ്രിക്കുട്ടനുള്ള സൈക്കിളുകൾ കണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും എടുക്കാതെ പോരാൻ തോന്നിയില്ല. അപ്പോൾ ബദ്രിക്കുട്ടനും എടുത്തൊരു സൈക്കിള്, ചേച്ചിക്ക് മേടിക്കാൻ പോയിട്ട് അനിയൻകുട്ടനെയും കിട്ടിയൊരു സൈക്കിള്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. കാറിൻ്റെ ബാക്ക് സീറ്റിലായിരുന്നു ആമിക്കുട്ടൻ്റെ സൈക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നത്. ബദ്രിക്കുട്ടൻ്റെ സൈക്കിൾ പിന്നെ ബാക്കിൽ ഡിക്കിയിൽ കൊണ്ടു. അങ്ങനെ സൈക്കിൾ ഓരോന്നായിട്ട് വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. ഇനി സർപ്രൈസ് കൊടുക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. ബദ്രിക്കുട്ട ഉറങ്ങാൻ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സൈക്കിൾ ഇറക്കി വയ്ക്കാൻ സഹായിക്കാൻ. അല്ലാണ്ട് എനിക്ക് മടിയുണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ സൈക്കിളൊക്കെ പുറത്തേക്ക് ഇറക്കി. ഇനി ഇത് ആമിക്കുട്ടി കയറി വരുമ്പോൾ കാണാൻ പാകത്തിന് എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ബദ്രിക്കുട്ട ഇറക്കി കഴിഞ്ഞിട്ട് വരുന്നത്. ബദ്രിക്കുട്ടൻ്റെ സൈക്കിൾ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നല്ല ചിരിയായിരുന്നു സൈക്കിൾ കിട്ടിയപ്പോൾ അവന്. അങ്ങനെ ബദ്രിക്കുട്ടൻ ഹാപ്പിയായി. ഇനി ആമിക്കുട്ടി ഹാപ്പി ആവുമോ? ആമിക്കുട്ടിയുടെ റിയാക്ഷൻ എന്താ? ഇതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോയുടെ പാർട്ട് 2 ഉടനെ തന്നെ വരും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ.